റോൾ ഓൺ വാക്സും നമ്മുടെ നോർമൽ വാക്സും രണ്ടും നമുക്കൊന്ന് കമ്പയർ ചെയ്യാം. രണ്ടും നല്ലതാണ്. ഈ ബാച്ചിലേഴ്സിനൊക്കെ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കാൻ പറ്റുന്നതും ബാച്ചിലേഴ്സിനൊക്കെ ഏറ്റവും ഉപകാരം ആവുന്നതും ഈ റോൾ ഓൺ വാക്സാണ്. കാരണം ഇതിൽ ഇങ്ങനെ കൊണ്ടു നടന്നാൽ ഇത് കൊണ്ടുപോകണം, പിന്നെ വാക്സ് കൊണ്ടുപോകണം, അതിൻ്റെ കൂടെ വാക്സിൻ്റെ സ്ട്രിപ്പ്, അതിൻ്റെ നൈഫ്, സ്പാച്ചുല, അങ്ങനെ എല്ലാ കാര്യങ്ങളും ക്യാരി ചെയ്യേണ്ടി വരും. അപ്പം അതിൽ നല്ലത് ഇതാണ്. പാർലറിലും ഇപ്പോൾ ഇതാണ് കൂടുതൽ നടക്കുന്നത്. ഇതിൻ്റെ ഇങ്ങനത്തെ ഒരു മെഷീൻ വാങ്ങിച്ചാൽ ഞാനിത് കാണിച്ചു തരാം. ഇതിൻ്റെ ഉള്ളിലിങ്ങനെ ഒരു കാട്രിഡ്ജ് ഉണ്ട്. ഇത് നമുക്ക് വാങ്ങാൻ കിട്ടും. ഇതിങ്ങനെ എടുക്കാം. ഇതിപ്പം വാക്സ് ആയ കാരണം കൊണ്ട് ഇതെല്ലാം നമ്മൾ എടുത്താൽ അങ്ങ് കയ്യിലൊക്കെ ഒട്ടും. അതുകൊണ്ട് ഞാൻ എടുക്കുന്നില്ല. ഇതിൻ്റെ ഉള്ളിലേക്ക് ഇറക്കി വയ്ക്കാവുന്നൊരു കാട്രിഡ്ജാണ് ഇത്. ഇതിൻ്റെ പല ഫ്ലേവറിലുള്ളത് കിട്ടും. അലോവേര കിട്ടും, ബനാന, റിക്ക, അങ്ങനെ എന്ത് വേണമെങ്കിലും പല ടൈപ്പിലുള്ളതും ഓരോ സ്കിന്നിനനുസരിച്ചുള്ളതും കിട്ടും. അപ്പോൾ ഞാനിവിടെ കാണിക്കാൻ വേണ്ടിയിട്ട് എടുത്തിരിക്കുന്നത് വൈറ്റ് ചോക്ലേറ്റാണ്. അപ്പം നമുക്ക് ഈ മെഷീൻ ഇതൊന്ന് ഓൺ ചെയ്യണം. ഈ സ്വിച്ച് ഓൺ ചെയ്യുമ്പോൾ ഇതിങ്ങനെ, അതേപോലെ ഇവിടെ ഒരു മിറർ കൊടുത്തിട്ടുണ്ട്. മിററല്ല, ഒരു ഗ്ലാസ് കൊടുത്തിട്ടുണ്ട്. ഇപ്പം നമ്മുടെ ഇതിനകത്ത് തീർന്നാൽ നമുക്ക് ഈ കാട്രിഡ്ജ് എടുത്ത് നോക്കുകയൊന്നും വേണ്ട. നമുക്ക് ഇതിലൂടെ അറിയാൻ പറ്റും ഇത് എത്ര നമ്മൾ യൂസ് ചെയ്തെന്ന്. ഇത് ഞാൻ പുതുതായിട്ട് ഇട്ടിരിക്കുന്ന ഒരു കാട്രിഡ്ജാണ്. എൻ്റെ പഴയത് തീർന്നു, ഇത് പുതിയത് ഇട്ടിരിക്കുകയാണ്. അപ്പം നമുക്കിത് യൂസ് ചെയ്ത് നോക്കാം. ഇത് ഒന്ന് ഓൺ ചെയ്ത് ഒരു 20 മിനിറ്റ്സ് ഇത് ഓൺ ചെയ്ത് വെക്കണം. നമ്മുടെ പാർലറിൽ നമ്മൾ രാവിലെ ഇതൊന്ന് ഓൺ ചെയ്ത് വെച്ചാൽ കസ്റ്റമേഴ്സൊക്കെ വരുമ്പോഴത്തേന് നമുക്കിത് ഉപയോഗിക്കാൻ ഈസി ആയിരിക്കും. ഇത് ചൂടാവട്ടെ. ഇതിൻ്റെ ഒരു അടപ്പുണ്ട്, അത് ഞാനിങ്ങനെ മാറ്റി വെച്ചിരിക്കുന്നതേ ഉള്ളൂ. നമ്മൾ ഉപയോഗശേഷം ഇതിങ്ങനെ അടച്ച് തന്നെ വേണം വെക്കാൻ. ഇത് ചൂടാവട്ടെ. ഞാനിതിൽ ഞാൻ ചോക്ലേറ്റ് വാക്സാണ് ഉപയോഗിക്കുന്നത്. ചോക്ലേറ്റ് വാക്സ്, നോർമൽ വാക്സ്, അലോവേര വാക്സ്, ഏത് വേണമെങ്കിലും നമുക്ക് ഇതിൽ അന്നേരം ഒരു കാര്യമുണ്ട്. ഇപ്പോൾ ചോക്ലേറ്റ് വാക്സ് ആണല്ലോ ഞാൻ ചൂടാകാൻ വയ്ക്കാം. അപ്പോൾ ഒരു കുഴപ്പമാണ്, ഒരു പ്രശ്നം എന്താ, നമ്മളിപ്പോൾ ഇതിൽ ചോക്ലേറ്റ് വാക്സാണ് ഉപയോഗിച്ചിരിക്കുന്നത്. എനിക്ക് പുതിയൊരു കസ്റ്റമർ വന്ന് അലോവേരയുടെ വേണ്ടി, അല്ലെങ്കിൽ ബനാനയാണ് വേണ്ടി. നമുക്കപ്പോൾ ഇതിലുള്ള ഈ വാക്സ് എല്ലാം നമുക്ക് മാറ്റിയിട്ട് വേണം മറ്റേത് ഇട്ട് നമുക്ക് ചൂടാക്കാൻ. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഈ റോൾ ഓൺ വാക്സാണ് നമുക്ക് ഉപയോഗിക്കാൻ എളുപ്പം. പാർലറിലുള്ളവർക്കായാലും ഇതാണ് ഉപയോഗിക്കാൻ നമുക്ക് ഇച്ചിരി കൂടെ അല്പം കൂടെ ഒരു ഈസി ആയിട്ട് തോന്നുന്നത് എനിക്കിതാണ്. പിന്നെ ഓരോരുത്തരുടെ ഇഷ്ടമാണ്, കസ്റ്റമേഴ്സിൻ്റെ ഇഷ്ടമാണ്. നമുക്ക് അവർ പറയും. അപ്പോൾ ഇതിനാകുമ്പോൾ ഈ റോൾ ഓൺ വാക്സിന് മറ്റേ ഈ നോർമൽ വാക്സിനെക്കാട്ടി അല്പം കൂടെ വില കൂടുതലാണ് ഇതിൻ്റെ ഈ കാട്രിഡ്ജ് അല്പം കൂടുതൽ വിലയുള്ളതാണ്. അപ്പോൾ ഇത് ഉപയോഗിക്കുമ്പോൾ കസ്റ്റമേഴ്സിന് വരും, കൂടുതൽ എമൗണ്ട് ചാർജ് ചെയ്യേണ്ടി വരും. സോ പേഴ്സണൽ യൂസിനാണെങ്കിൽ ഏറ്റവും ബെസ്റ്റ് ഇതാണ്. നമുക്ക് ഒരെണ്ണം വാങ്ങിച്ചാൽ മതി, നമുക്ക് ഇഷ്ടമുള്ള പോലെ ഉപയോഗിക്കാം. ഇപ്പോൾ ഈ ഒരു കാട്രിഡ്ജ് തന്നെ ഫുൾ ബോഡി വാക്സിന് കാണും. ഈ ഒരു കാട്രിഡ്ജ് ഇത് ഉപയോഗിക്കുകയാണെങ്കിൽ ഇതിനോട് നമുക്ക് സ്പാച്ചുല വേണം, അതേപോലെ വാക്സിൻ്റെ സ്ട്രിപ്പ് വേണം. ഇത് ഉപയോഗിക്കുന്നവർക്ക് ഈ സ്പാച്ചുല ഇല്ല എങ്കിൽ എന്ത് ചെയ്യാം, നമ്മുടെ ഈ ബട്ടർ നൈഫ് അത് ഉപയോഗിക്കാം. അതല്ലെങ്കിൽ നമ്മുടെ ഈ ഐസ്ക്രീമിൻ്റെ കൂടെയൊക്കെ വരുന്ന സ്പൂണുകളുണ്ടല്ലോ, ഇതിൻ്റെ ഈ ഭാഗം കൊണ്ട് നമുക്ക് വേണമെങ്കിലും നമുക്ക് ഈ വാക്സ് അപ്ലൈ ചെയ്യാനായിട്ട് ഉപയോഗിക്കാം. എപ്പോഴും നമ്മൾ കസ്റ്റമേഴ്സിനെ അറ്റൻഡ് ചെയ്യുമ്പോൾ ഗ്ലൗസ് ഇട്ട് വേണം കസ്റ്റമേഴ്സിനെ അറ്റൻഡ് ചെയ്യാൻ. നമ്മുടെ പാർലർ ഹൈജീനിക് ആണെങ്കിൽ നമുക്ക് കസ്റ്റമേഴ്സിനെ കിട്ടത്തുള്ളൂ. അതുകൊണ്ട് പാർലർ എപ്പോഴും ഹൈജീനിക്കായിട്ട് വെക്കാൻ സൂക്ഷിക്കണം. നമ്മുടെ ഓരോ വർക്കും അങ്ങനെ നമ്മൾ സൂക്ഷ്മതയോടെ വേണം ചെയ്യാൻ. എൻ്റെ കയ്യിൽ ഹെയർ കണ്ടില്ലേ, ഞാനിത് എൻ്റെ കയ്യിൽ ചെയ്ത് കാണിക്കാം. റോൾ ഓൺ വാക്സ് ആണ് ഞാൻ ആദ്യം ചെയ്യുന്നത്. ഇതിന് ഇങ്ങനെ ഈ റോൾ ചെയ്യുന്ന ഭാഗം ഇതല്ല. അപ്പോൾ ഇത് വേണം ഇങ്ങനെ നമ്മൾ കയ്യിലോട്ട് ഇങ്ങനെ അപ്ലൈ ചെയ്യാൻ.
എന്നിട്ട് നമ്മുടെ ഈ സ്ട്രിപ്പ് എടുത്തിട്ട് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലോട്ട്, നമ്മുടെ ഹെയർ ഗ്രോത്തിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലോട്ട്, ഹെയർ ഗ്രോത്തിലേക്ക് തന്നെയാണ് നമ്മൾ വാക്സ് അപ്ലൈ ചെയ്തത്, അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് വേണം ഇത് പുള്ളി ചെയ്യാൻ. ഹെയർ ഗ്രോത്ത് ഇപ്പോൾ ചിലർക്ക് ഇങ്ങനെ ചരിഞ്ഞായിരിക്കും. അപ്പം നമ്മൾ ഈ വാക്സ് അപ്ലൈ ചെയ്യുമ്പോഴും അതേ ഡയറക്ഷനിൽ തന്നെ വേണം ഇത് അപ്ലൈ ചെയ്യാൻ. എൻ്റെ കയ്യിൽ ഇതെല്ലാം നല്ല ക്ലീനായി. ഇപ്പോൾ കണ്ടോ, ഒരു മുടി പോലും ഇല്ല, എൻ്റെ കയ്യിലൊരു ഹെയർ പോലും ഇല്ല, എല്ലാം ക്ലീനായി. ഇത് ലിപ്പോസോല്യബിളാണ് ഈ വാക്സ്. ഇത് നമുക്ക് വെള്ളം കൊണ്ട് ക്ലീൻ ചെയ്യാൻ പറ്റത്തില്ല. ഇത് നമുക്ക് ഒലിവ് ഓയിലോ പിന്നെ കോക്കനട്ട് ഓയിലോ എന്തെങ്കിലും വെച്ച് വേണം ഇത് ക്ലീൻ ചെയ്യാൻ. അപ്പോൾ ഞാനിതൊരു ശകലം ഒലിവ് ഓയിൽ വെച്ചിട്ടാണ് ക്ലീൻ ചെയ്യുന്നത്. ടവൽ കൊണ്ട് ഇതൊക്കെ തുടച്ച് എടുക്കാം. നമ്മൾ ഓയിൽ അപ്ലൈ ചെയ്ത് ഇതെല്ലാം ക്ലീൻ ആയല്ലോ. ഇനി അതിന് ശേഷം നമുക്ക് ക്യാംഫർ ലോഷൻ, ഏത് വാക്സ് ചെയ്താലും ക്യാംഫർ ലോഷനാണിത്. ഇത് അല്പം അപ്ലൈ ചെയ്ത് കൊടുക്കണം. നമ്മുടെ ഉപയോഗശേഷം ഇതിങ്ങനെ നമ്മുടെ ആ ഉപയോഗിച്ച സ്ട്രിപ്പ് കൊണ്ട് തന്നെ അതിൻ്റെ മറ്റേ വശം, പുറകുവശം കൊണ്ട് തന്നെ നിങ്ങൾ ക്ലീൻ ചെയ്ത് വയ്ക്കണം. ഇത് ഉപയോഗിച്ച് ശീലമില്ലാത്തവർ ആദ്യം ഇതിപ്പോൾ എനിക്ക് ഇത് ശീലം ഉള്ളതുകൊണ്ടാണ് ഞാൻ ഡയറക്റ്റ് അങ്ങ് അപ്ലൈ ചെയ്ത് നോക്കിയത്. ഇത് ചൂടായോ, ഇതിൻ്റെ വാക്സ് റെഡിയാണോ എന്നൊക്കെ നോക്കാൻ നമ്മൾ ഇത് ആദ്യം ഒരു സ്ട്രിപ്പ് എടുത്തിട്ട് അതിലോട്ടൊന്ന് ഇങ്ങനെ ഒന്ന് ഓടിച്ച് നോക്കണം. അപ്പോൾ കണ്ടോ, ഇതെല്ലാം ഇങ്ങനെ വരുന്നത് കണ്ടില്ലേ, കണ്ടോ? അപ്പോൾ നമുക്ക് മനസ്സിലാവും ഇത് റെഡിയായത്. ഉപയോഗശേഷം ഇതിങ്ങനെ അടച്ച് വയ്ക്കാം. ഈ സ്വിച്ച് ഓഫാക്കി ഞാൻ ആദ്യം ഇത് ഓണായിരുന്നു, അത് ചൂടായി കഴിഞ്ഞപ്പോൾ ഞാനിത് ഓഫാക്കിയിരുന്നു. ഇനിയും ചോക്ലേറ്റ് വാക്സ് അപ്ലൈ ചെയ്യുന്നതിന് മുമ്പ് കയ്യിൽ എന്തെങ്കിലും എണ്ണമയമോ അല്ലെങ്കിൽ മോയ്സ്ചറൈസറോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് നന്നായിട്ട് വാക്സ് ചെയ്യാൻ പറ്റത്തില്ല. അതിന് നമ്മൾ എന്ത് ചെയ്യണം, അല്പം പൗഡർ ഇട്ട് കൊടുക്കണം. ഇത് അപ്ലൈ ചെയ്യാം. ഹെയർ ഗ്രോത്തിൻ്റെ അതേ ഡയറക്ഷനിലേക്ക് വേണം ഇത് അപ്ലൈ ചെയ്യാൻ. അങ്ങോട്ട് തന്നെ ഒന്ന് പ്രസ് ചെയ്തിട്ട് ഓപ്പോസിറ്റ് സൈഡിലോട്ട് ഇത് പുൾ ചെയ്യണം. ഉണ്ടോ? ഇതിന് നമുക്ക് വെള്ളം കൊണ്ട് തന്നെ വെള്ളം ഒന്ന് സ്പ്രേ ചെയ്ത് ക്ലീൻ ആക്കാം. ഇതിന് നമുക്ക് ക്യാംഫർ ലോഷൻ അപ്ലൈ ചെയ്ത് കൊടുക്കണം. ഏത് വാക്സ് ആയാലും ക്യാംഫർ ലോഷൻ അപ്ലൈ ചെയ്തൊന്ന് തുടച്ചിട്ട് ഇതിങ്ങനെ വിട്ടിരുന്നാലും മതി. പിന്നെ അതിങ്ങനെ തുള്ളികളായിട്ടിരിക്കാതിരിക്കാൻ വേണ്ടി ഞാനൊന്ന് തൂത്ത് കളഞ്ഞതേ ഉള്ളൂ. ഇതിങ്ങനെ തുടച്ച് കളയണം എന്നില്ല ക്യാംഫർ ലോഷൻ. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻസിൽ ചോദിക്കണം.